അതേസമയം എക്സിറ്റ് പോളുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് യുഡിഎഫിന് അനുകൂലമായ തരംഗമാണ് കേരളത്തിലുള്ളതെന്ന് എന്നുള്ളതാണെന്ന് KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. ഇത്തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലത്തിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഈ മുഴുവൻ ഫലങ്ങളും UDFിന് അനുകൂലമാണ് എന്ന് വന്നിട്ടുള്ളത് ഒരു പൊതു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2 സീറ്റുകൾ തർക്കം പറയുന്ന ഫലം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇടുക്കി ജില്ലയിൽ 5 സീറ്റിലും UDF ജയിക്കും. വലിയ മാർജിനിൽ, വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ഇവരെന്ത് മാനദണ്ഡത്തിലാണ് 2 സീറ്റുകൾ ഇടതുപക്ഷത്തിന് പോയേക്കാം എന്ന് കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഘട്ടത്തിലും ഇടുക്കി ജില്ലയിൽ ഒരു സീറ്റിൽ പോലും LDFിന് ജയിക്കാൻ കഴിയത്തില്ല. ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളിലും വലിയ മാർജിനിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇടുക്കിയിലുണ്ട്, അത് കേരളത്തിലെമ്പാടുമുണ്ട്. എല്ലാ പോൾ ഫലങ്ങളും UDFിന് അനുകൂലമായത് കേരളത്തിൽ UDF വരും എന്നുള്ളതിൻ്റെ പൊതു ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. പോൾ ഫലത്തിൻ്റെ ആധികാരികമായ ശരി തെറ്റുകളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു ഫലം പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടന എന്നുള്ള നിലയിലാണ് കേരളത്തിൽ പോലീസും ഇൻ്റലിജൻസും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയമുണ്ട്. പക്ഷേ ഫലം എന്താണെങ്കിലും UDF കേരളത്തിൽ വ്യക്തമായ ആധിപത്യത്തോടു കൂടി ജയിച്ചു വരും. ഇടുക്കി ജില്ലയിൽ 5 സീറ്റിലും UDF ജയിക്കും.